സാർ നമുക്ക് ഈ ഒരു ഇതല്ലേ ഇതൊരു മാനിക്കിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റെതസ്കോപ്പ് ഒക്കെ കണ്ടപ്പോൾ എന്തൊക്കെ ഒരു വ്യത്യാസം പോലെ ഇതെന്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ സ്റ്റെതസ്കോപ്പിന്റെ പേര് ഇത് സിംസ്കോപ്പ് എന്നാണ്. സോ വി ആർ ഓപ്പറേറ്റിംഗ് വിത്ത് എ കമ്പ്യൂട്ടർ. സിംസ്കോപ്പ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഇപ്പം നമ്മൾ സ്റ്റുഡൻസിന് നമ്മൾക്ക് എപ്പോഴും ഉണ്ട് ഈ ഓസ്കൽട്ടേഷൻ. 3 തരത്തിലാണ് നമ്മൾ പറയുന്നത് ഓസ്കൽട്ടേഷൻ്റെ. ഒന്ന് ഹാർട്ട് സൗണ്ട്, ലങ് സൗണ്ട്, അബ്ഡോമിനൽ സൗണ്ട്. യൂഷ്വലി നേഴ്സിംഗ് പ്രൊഫഷനിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്ക പിള്ളേർക്കും പേഷ്യന്റിന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് ഒരു പേടിയാണ്. അതുപോലെ തന്നെ അത് എങ്ങനെയായിരിക്കുമെന്നും ഒരു ബുദ്ധിമുട്ടാണ്. വെച്ചാൽ അത് തലമുറകളായിട്ട് കടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ്. നേഴ്സസ് ഒരിക്കലും ഹോസ്പിറ്റലേറ്റ് ചെയ്തില്ല. ബട്ട് വെസ്റ്റേൺ കൺട്രീസിൽ നേഴ്സസിന്റെ ആ ഒരു പാറ്റേണിൽ അവർക്ക് എപ്പോഴും സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അവർ പോകുന്നത്. അപ്പം ഇപ്പം പുതിയ നല്ല റിസർച്ചുകളും വന്നിട്ടുണ്ട് ഈ നേഴ്സസ് ഹോസ്പിറ്റലേറ്റ് ചെയ്തിട്ട് അവർ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ, എസ്പെഷ്യലി ബവൽ സൗണ്ട്സിന്റെ ഇതൊക്കെ. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇപ്പം ചിലപ്പം ഒരു ക്ലിനിക്സിൽ പോകുമ്പോഴാലും എല്ലാ കേസുകളും കിട്ടിയെന്ന് വരത്തില്ല. ബട്ട് വാട്ട് വി ഡു ഹിയർ, ഇപ്പം നമുക്കിവിടെ എല്ലാ അബ്നോർമൽ ഹാർട്ട് സൗണ്ട്സ്, ഓൾ മർമേഴ്സ്, റീവെർഗിറ്റേഷൻ, അതിൻ്റെ എല്ലാ സൗണ്ടും നമുക്കുണ്ട്. അതായത് അയോട്ടിക് വാൽവിൻ്റെ ഉണ്ട്, മെട്രൽ വാൽവിൻ്റെ ഉണ്ട്, ട്രൈകാസ്പിഡ്, ബൈകാസ്പിഡ്, പിന്നെ പിന്നെയുള്ളത് ഇപ്പം എന്താ പറയുന്നത് പ്ലൂറൽ എഫ്യൂഷൻ, പിന്നെ ലങ് സൗണ്ട് ആണെങ്കിലും ആസ്മ, വീസിങ്, റോങ്കൈ, സ്ട്രൈഡർ, ഇതെല്ലാം. പിന്നെ അബ്ഡോമിനൽ സൗണ്ട്, അബ്നോർമൽ അബ്ഡോമിനൽ സൗണ്ട്. ഇപ്പം ഹൈപ്പർ സൗണ്ട് ഉള്ളതും ഹൈപ്പോട്ടോണിക് സൗണ്ട് അല്ല, നോട്ട് ഹൈപ്പോട്ടോണിക്, ഹൈപ്പറാക്റ്റീവ് സൗണ്ട്സ്. ഇതെല്ലാം സ്റ്റുഡൻസിന് ഹോസ്പിറ്റലൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിത് ലൈക്ക് ഇൻസ്ട്രക്ടറും ഇത് ചെയ്യുന്ന അനുസരിച്ചാണ് നമുക്ക് കുട്ടികൾക്ക് ജസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരുടെ പാൽപ്പേറ്റ് ചെയ്യും. ബട്ട് വി കൺട്രോൾ ഇറ്റ് ഫ്രം ഔട്ട്സൈഡ്. ബട്ട് ദ തിങ് ഈസ് okay. Now what we ask, okay, you can expose it still. Okay, so this is a female mannequin, and so we keep what are the different positions where we keep the step, and you can auscultate the different sounds. So but from here also, I mean, through the system also we'll control it. Okay. Yeah. Okay. So പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഞങ്ങളുടെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ഓസ്കൾട്ടേഷന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമെങ്കിലും കുട്ടികൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് നമുക്കൊരു അറിയത്തില്ല. മാനിപ്പുലേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെയാണെങ്കിൽ ഇവർ ആ കറക്റ്റ് വെച്ചെങ്കിൽ മാത്രമേ അവർക്ക് സൗണ്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് കിട്ടത്തില്ല. അപ്പം അവർ തന്നെ പഠിക്കും, ഓക്കെ ഞാൻ ഇന്ന പോയിന്റ് വെച്ചാലേ എനിക്ക് ഇന്ന സൗണ്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ലങ് സൗണ്ട് തന്നെ ഒത്തിരി ഉണ്ട്. സൗണ്ട്സ് നമുക്ക് ഓരോന്ന് പറയുമ്പോഴും കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവര് കേൾക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കേൾക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് സൈഡിൽ പോകുമ്പോഴും 1 at a time നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതൊരു നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ വി നോ വിച്ച് സൗണ്ട് വി ആർ പ്ലേയിങ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് കുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്കത് കൗണ്ടർ ചെക്ക് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ആണെങ്കിലും ക്രാക്കൽ സൗണ്ട് ഉണ്ട്, ഫൈൻ ക്രാക്കൽ സൗണ്ട് ഉണ്ട്, പിന്നെ പേര് വിട്ടുപോയി. ബട്ട് സി ദ തിങ് ഈസ് അതെല്ലാം ഇവര് ഇവിടുന്ന് ഫീൽ ചെയ്ത് പോകുമ്പോഴത്തേനും tomorrow when they go to clinics, we encourage them to use telescope, auscultate information. അതുപോലെ തന്നെ ഈ എസ്പെഷ്യലി സ്കിപ്പ് ബീറ്റ് ഒക്കെ വരുന്നത് ഹാർട്ട് ബ്ലോക്കിന്റെ ഒക്കെ. അപ്പം അൺലെസ് ആ ഒരു ഓസ്കൾട്ടേറ്റിംഗ് ടെൻഡൻസി നേഴ്സസിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ മേ ബി ഡോക്ടേഴ്സിനേക്കാളും നന്നായിട്ട് ഈ ഒരു പേഷ്യന്റ് ഡയഗ്നോസ് ചെയ്യും. അതെ, കാരണം വെച്ചാൽ നമ്മള് ത്രൂ ഔട്ട് പേഷ്യന്റ് സൈഡ് നിൽക്കുന്നത് നഴ്സസ് ആണ്. ഡെഫിനറ്റ്ലി ഈ പറയുന്നതിൽ ഓരോ കാര്യങ്ങളും ഓസ്കൾട്ടേഷൻ ആയിക്കോട്ടെ, പാൽപേഷൻ ആയിക്കോട്ടെ, ഒബ്സർവേഷൻ, A to Z കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടത്, സ്കിൽഫുൾ ആകേണ്ടത് നഴ്സസ് ആണ്. തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ 1.5 ലക്ഷത്തിന് മുകളിൽ പോകും കേട്ടോ ഒരു സ്റ്റെതസ്കോപ്പ്. ഇവിടെ തന്നെ വെച്ചേക്കാം. 1.5 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെയധികം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള. ഇവിടെയാണല്ലോ നമ്മൾ പിള്ളേരുടെ INCയുടെ മാൻഡേറ്ററി മൊഡ്യൂൾ പറഞ്ഞില്ല, അതിന്റെ അകത്ത് സെക്കൻഡ് സെമി ഹെൽത്ത് അസസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂൾ ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ പിള്ളേരെ ഇതിന്റെ അകത്ത് എല്ലാ അബ്നോർമൽ സൗണ്ടിലും നോർമൽ സൗണ്ടും കേൾപ്പിച്ച് ഈച്ച് സ്റ്റുഡന്റ്. Not only here, even other colleges they are also sending, because എല്ലാവരും ഇത് മേടിച്ച് വെക്കത്തില്ല. ഇല്ല, എക്സ്പെൻസ് പാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി നോട്ട് ഓൺലി എക്സ്പെൻസീവ്. അല്ല, അത് അതിന്റെ യൂസേജ് നോക്കുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഇറ്റ്സ് വർത്ത് ഓഫ്. നമ്മൾ ഇത്ര എക്യുപ്മെന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് എയർ കണ്ടീഷൻ ചെയ്തല്ല നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കസ്റ്റമർ നോയ്സസിലാണ് നമുക്ക്. അതെ, കാരണം ഇപ്പം എന്റെ കോളേജിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ മാനിക്കൻസ് ഉണ്ട്. നമ്മൾ അഡ്വാൻസ് മാനിക്കൻസ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്നത് പോലെ എപ്പോഴും എയർ കണ്ടീഷൻഡ് ആയിട്ട് വെക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. എനിക്കൊന്ന് മെൽറ്റ് ആവുക, അതിന്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാര്യങ്ങളുണ്ട്. എനിക്കറിയാം അതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റിന്റെ കാര്യങ്ങളും മെയിൻ്റെനൻസിന്റെ കാര്യങ്ങളും
ഡിഫിക്കൽട്ടീസ് ഒക്കെ എനിക്കറിയാം. തീർച്ചയായിട്ടും നല്ലൊരു ഇതാണ്. നമുക്ക് ഇനി അടുത്ത ഇതിലേക്കാണ് പോകുന്നത്. അടുത്തത് നമുക്ക് അപ്പുറത്ത് വേറെ മാനിക്കുന്നുണ്ട്.